വരുവാനുള്ള പുതുവഴി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലും. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ നമുക്ക് ഓരോ വാക്യം സോ പവർഫുൾ, ഓരോ കുത്തും വളരെ പവർഫുൾ ആണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ നമുക്ക് വേണ്ടി പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതിയ വഴി. സ്തോത്രം. ഈ അതുകൊണ്ട് സഹോദരന്മാരെ എന്നുള്ള ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കണമെങ്കിൽ നമ്മൾ ഇച്ചിരി പുറകോട്ട് പോകണം. അതുകൊണ്ട് സഹോദരന്മാരെ, അതുകൊണ്ടെന്ന് പറയാൻ എന്തുവാണ്? 9-ാം അധ്യായത്തിലേക്ക് നമുക്ക് 9-ാം അധ്യായം 9-ാമത്തെ വാക്യം. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. അതിനൊത്തവണ്ണം ആരാധനക്കാരന്റെ മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചുകൊണ്ട് പഴയ നിയമത്തിലെ യാഗവും ആരാധനയും നിൽക്കുകയാണ്. സ്തോത്രം. അപ്പൊ പഴയ നിയമത്തിൽ എന്തോ ഒരു ചെറിയൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. അത് ഒന്നും കൂടെ മനസ്സിലാക്കണമെങ്കിൽ 10-ാം അധ്യായത്തിൽ 1-ാം വാക്യം ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ അത് നിഴലായിരുന്നു. എന്നാൽ പൊരുട് വരണം. സാക്ഷാൽ സ്വരൂപം അല്ലായ്ക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ന്യായപ്രമാണത്തിൽ ചെയ്യാവുന്ന പരിപാടി ഉണ്ട്. പക്ഷേ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാട്. അപ്പോൾ തന്നെ ഈ യാഗത്തിന് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെവിടെയാണ് നമ്മൾ വായിക്കുന്നത്? അത് നമ്മൾ വായിക്കുമ്പോൾ 9-ാം അധ്യായത്തിൽ തന്നെ ഉണ്ടത്. അതെല്ലാം അതിനകത്ത് തന്നെ കിടപ്പുണ്ട്. ഇപ്പോൾ വായിച്ചത് താഴെ ഇച്ചിരി വായിച്ചേ, അതിന്റെ 13-ാമത്തെ വാക്യം വായിച്ചേ. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ തളിക്കുന്ന പശുഭക്ഷണവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ ഒരു നിമിഷം ശ്രദ്ധിക്കണം. അപ്പൊ പഴയ നിയമത്തിലെ യാഗത്തിന് എവിടെ മനസ്സിലാൻ ഒക്കുന്നുണ്ടായിരുന്നു? കാരണം അതിന്റെ കാര്യം എന്തായിരുന്നു അറിയാമോ? ആടുകളുടെ യാഗം. 10-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിച്ചു. വാക്യം പറയുന്നത് എന്റെ ആശയത്തിൽ എന്ന് പറയാൻ പിടിക്കുന്നില്ല. വചനത്തിനകത്ത് വചനം പറയണം. എങ്കിലും ശരി, നമുക്ക് ഹൃദയത്തിൽ തുറക്കുന്നത്. ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാകുന്നു. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ആടുകളുടെയും കോലാട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് എന്ത് ചെയ്യാൻ ഒക്കത്തില്ല. പാപങ്ങൾക്ക് കഴിയത്തില്ല. പിന്നെ ഇതെന്തിനായിരുന്നു ദൈവം ഇതെല്ലാം കൊടുത്തത്? സ്തോത്രം. അതല്ലേ എന്റെ രഹസ്യം. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു പരമയാഗത്തിന് വേണ്ടി. ഞാനും വിചാരിക്കും 1-2 ആളൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് സഹിക്കായിരുന്നു. 1, 2, 10, 15 വർഷമാണെങ്കിൽ പിന്നെ സഹിക്കുമായിരുന്നു. പക്ഷേ 1500 വർഷത്തെ ന്യായപ്രമാണ ജീവിതത്തിന്റെ കാലഘട്ടങ്ങളിൽ അവര് കഴിച്ചത് മുഴുവനും ആടുകളെയും കാലഘട്ടങ്ങളുടെ യാഗമായിരുന്നു. അത് ദൈവത്തിന്റെ ആദ്യത്തെ ഉടമ്പടിയായിരുന്നു. എന്നാൽ അതുകൊണ്ട് എന്ത് ചെയ്തില്ല?
അടുത്തു വരുന്നവർക്ക് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിഞ്ഞില്ല. പിന്നെ എവിടെ ശുദ്ധീകരണം വരുത്താൻ കഴിയും? ആടുകളുടെയും കോലാട്ടുകളുടെയും നമ്മളിപ്പോ വായിച്ചു, ആടുകളുടെയും കോലാട്ടുകളുടെ രക്തവും മരണപ്പെട്ടവർക്ക് വലിക്കുന്ന പശുപക്ഷവും ശുദ്ധി വരുത്താൻ കഴിഞ്ഞു. മനസ്സിൽ ഇപ്പോഴും പാപമുള്ളവൻ ബോധമുള്ളവനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവൻ കടന്നുപോകുന്നത്. ഇത് പറയുമ്പോൾ ആ പഴയ നിയമത്തിന്റെ ആ കാര്യം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കൂടാതെ ആ കാര്യം പറഞ്ഞപ്പോൾ യെരൂശലേം ദേവാലയത്തിനെ കുറിച്ച് പറഞ്ഞു. അതാണ് എന്നെ ഇങ്ങോട്ട് തിരിച്ചുവിട്ടത്. ഒരു ആലയത്തെ കുറിച്ച് പറഞ്ഞു. അവിടെ നിൽക്കുന്ന അവസരത്തിൽ ആലയത്തിന്റെ പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, അതിപരിശുദ്ധമായ സ്ഥലമുണ്ട്. ഈ വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാർ ദിവസേന കഴിച്ചുകൊണ്ടിരുന്നില്ല. എന്നാൽ ആണ്ടിൽ ഒരിക്കൽ മാത്രം മഹാപുരോഹിതൻ എവിടേക്ക് കയറുന്നു? അതിവിശുദ്ധ സ്ഥലം. അവിടേക്ക് എന്ത് ചെയ്യും? പക്ഷെ അവിടെ നടക്കുന്ന ആരാധന ആണ്ടിൽ ഒരിക്കലേ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. ഒരു മറയിട്ട് ഇങ്ങനെ മറച്ച് വെച്ചിരിക്കുക, തിരശീല. ആണ്ടിൽ ഒരിക്കലും അവിടെ കടന്നപ്പോൾ ഇവിടെ കഴിക്കുന്ന ഈ യാഗങ്ങൾക്കൊന്നും എന്ത് ചെയ്യാൻ ഒത്തില്ല, ജഡീക ശുദ്ധി വരുത്താൻ കഴിയും. എന്നാൽ ആണ്ടിൽ ഒരിക്കലായി കഴിക്കുന്ന ആ യാഗത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഒരു വർഷത്തിൽ ഒരിക്കലും എന്ത് ചെയ്തു? പാപം മോഹിച്ചു. അതല്ലേ 10-ാമത്തെ അധ്യായത്തിലും 2-ാമത്തെ വാക്യത്തിൽ വായിച്ചു. ഒന്നുകൊണ്ട് വായിച്ചു. ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാപങ്ങളെ കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായകൊണ്ട് യാഗം കഴിക്കുന്ന നിന്ന് പോയില്ലയോ? പക്ഷെ ആണ്ടുതോറും കഴിക്കുന്ന യാഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനസാക്ഷിയിൽ വീണ്ടും പാപബോധത്തെ കൊണ്ടുവരികയാണ്. അപ്പൊ യാഗം കഴിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? അവരാ ഒരു വർഷത്തേക്ക് ഇങ്ങനെ, അതാണ് ഒരു വർഷത്തെ ആ യാഗം. ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ അതിപരിശുദ്ധമായ സ്ഥലത്ത് കയറി കഴിക്കുന്ന ആരാ? അത് ആണ്ടിൽ ഒരിക്കലേ പോകുള്ളൂ, ഒറ്റ പ്രാവശ്യം. അതാണ് അറ്റവും അല്ലേ? അവിടെ ആണ്ടിൽ ഒരിക്കലേ പോകത്തുള്ളൂ, മഹാപുരോഹിതനെ പോകത്തുള്ളൂ. പുരോഹിതന്മാർ ഇവിടെ നിന്നുകൊണ്ടുള്ള ശുശ്രൂഷ. എന്നാൽ ഇവിടെ നടന്നൊരു വലിയ രഹസ്യമുണ്ട്. കർത്താവ് കാൽവരി യാഗമായി ആ കഴിക്കുന്ന അവസരത്തിൽ അവിടെ നടന്നൊരു കാര്യം, യെരൂശലേമിന്റെ ആ തിരശ്ശീലയുള്ളത് മേൽ തൊട്ട് അടിവരെയും കീറി. വേർപാടിൽ അടിച്ചുമറിയിടിച്ചു കളഞ്ഞു. അതിൽ വായിക്കുന്നത് അതിക്രമങ്ങളൊക്കെയും ക്ഷമിച്ചു, ചട്ടങ്ങളാൽ വിരുദ്ധവും വിരോധമായിരുന്ന കയ്യെഴുത്തുകളെ മായിച്ചു കളഞ്ഞു, ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കി കളഞ്ഞു. തിന്നില്ല, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, പരസ്യ കാഴ്ചയാക്കി. ക്രൂശിന്റെ മുകളിൽ അവരുടെ മേൽ ജനത്തിന്റെ ഘോഷം മുഴക്കി. വാഴ്ചയുടെ ഭാഗത്തിലും കൊണ്ടുകൂടി കടന്നു വരാം. എന്താണ് വിളിക്കുന്നത്? സഹോദരന്മാരെ, എന്താണ് സഹോദരനോട് പറയാനുള്ളത്? കർത്താവ് തന്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ, കർത്താവ് തന്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന, നമുക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു വെള്ളം ഞാനും ഇവിടെ എടുത്തോളാം. നമുക്ക് വേണ്ടി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ജീവനുള്ള പുതുവഴി, അക്കരയിൽ അടഞ്ഞു കിടന്നിരുന്ന ആ വഴി കർത്താവിന്റെ മരണം മുഖാന്തരമായിട്ട് അക്ഷരികമായിട്ട് നമ്മൾ തുറന്നു കൊടുത്തു. ഇന്ന് നമ്മൾ ആരാധിക്കുന്ന എവിടെയാണെന്നറിയാമോ? അത് നമ്മളൊന്ന് ഓർക്കണം, അത് നമ്മളൊന്ന് അറിയണം. പ്രാകാരത്തിലല്ല, നമ്മൾ കിടക്കുന്ന ഇവിടെയാണ്. ആ മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ കഴിച്ച സ്ഥലത്തേക്കാണ് കടന്നു വരുന്നത്. അങ്ങോട്ട് കടന്നു വരുന്ന മഹാപുരോഹിതൻ, ആ മഹാപുരോഹിതനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? ഈ മഹാപുരോഹിതൻ, മനുഷ്യനിലെടുത്ത മഹാപുരോഹിതന്മാർ എല്ലാവർക്കും എന്തുണ്ടായിരുന്നു? അവരാടിനെയും കൊണ്ടാകുന്നു, ആ രക്തം കൊണ്ടാണ് കടന്നുകൊണ്ടിരുന്നത്. അത് ഈ മഹാപുരോഹിതനും എന്ത് ചെയ്യുമായിരുന്നു? താനും
പാപമുള്ളവരായതുകൊണ്ട് ജനത്തിനു വേണ്ടിയും തനിക്കും വേണ്ടിയും തീരും പാപത്തിന് പരിഹാരം വരുത്തുന്നതായിരുന്നു ആടുകളുടെ രക്തം കൊണ്ടാണ് കടന്നു ചെന്നത്. എന്നാൽ ഇവിടെ നമ്മുടെ മഹാപുരോഹിതനുണ്ട്. സഹോദരന്മാരെ, ഇന്ന് നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. ആ മഹാപുരോഹിതൻ എന്താണ്? ആടുകളുടെ രക്തം കൊണ്ടല്ല, സ്വന്തം രക്തം കൊണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. മനുഷ്യന്റെ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാട് യാഗമർപ്പിച്ചുകൊണ്ട് പഴയ നിയമം നിൽക്കുമ്പോൾ ഇതാ പുതിയ നിയമത്തിൽ നമുക്കൊരു മഹാപുരോഹിതൻ, നമ്മുടെ മഹാപുരോഹിതൻ അവിടേക്കാണ് കടന്നു ചെന്നത്. സ്തോത്രം. കൈപ്പണിയായ കൂടാരത്തിലേക്കല്ല അവൻ കടന്നു ചെല്ലുന്നത്. പിന്നെ എവിടെയാണ് കടന്നു ചെല്ലുന്നത്? സാക്ഷാൽ ദൈവസന്നിധിയിലേക്ക് തന്നെ. നമ്മുടെ കർത്താവ് ലേവ്യ പൗരോഹിത്യത്തിന്റെ തുടർച്ചയിലുള്ള ആളല്ല. കാരണം നമ്മുടെ കർത്താവ് യഹൂദാ ഗോത്രത്തിലെയാണ്. യഹൂദാ ഗോത്രത്തോട് എന്ത് പറഞ്ഞിട്ടില്ല? ഒരു പൗരോഹിത്യത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ പൗലോസ് പറയുകയാണ്, നമ്മുടെ മഹാപുരോഹിതൻ എങ്ങനെയുള്ളവരാണ്? മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം, മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം നീ എന്നേക്കും ഒരു മഹാപുരോഹിതനാണ്. എന്താണ് ഈ മൽക്കീസേദെക്ക്? നമുക്ക് അബ്രഹാമിനെ എല്ലാം നമുക്ക് നല്ല പരിചയമില്ലയോ? അബ്രഹാം പിടിച്ച് ലോകത്തിലേക്ക് പിടിച്ച് കൊണ്ടുപോയെന്ന് കേട്ടിട്ട് സോദോമ പറഞ്ഞ് യുദ്ധം ചെയ്ത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഒരു ശാലേം രാജാവിനെ നമ്മൾ കാണുന്നത്. അവന്റെ പേരാണ് ആദ്യം ദൈവത്തിന്റെ പുരോഹിതനായിരിക്കുന്ന അവൻ രാജാവുമാണ്, പുരോഹിതൻ. നമ്മുടെ മഹാപുരോഹിതന്റെ തുടക്കം പൗലോസ് കണക്ട് ചെയ്യുകയാണ്. സ്വോത്രം, സ്വോത്രം, അത് നാലിലുണ്ടത്. എങ്കിലും അതിനകത്ത് അത് പറയുന്നത് എന്താണ്? നമ്മുടെ മഹാപുരോഹിതൻ ഈ പുരോഹിതത്തിന്റെ താഴ്മയിൽ കൂടെ വന്നാനല്ല. നമ്മുടെ മഹാപുരോഹിതൻ എവിടെ കടന്നു വന്നാണ്? കാരണം എന്തില്ല? മൽക്കീസേദെക്കിനെ കുറിച്ച് പറയുന്നു. പിന്നെ പറയുന്നത് അവന് ജീവാരംഭവും ഇല്ല, ജീവാവസാനവും ഇല്ല. എന്നിട്ട് പൗലോസ് കൊടുക്കുന്ന ഒരു വാക്യമുണ്ട്, അത് ദൈവപുത്രന് തുല്യനായി നിൽക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, പഴയ നിയമത്തിലെ യാഗത്തിന് കഴിയാതിരുന്നത്, പഴയ നിയമത്തിലെ യാഗങ്ങൾ, അത് 10-ാം അധ്യായത്തിന്റെ ദേവാലയം വായിക്കുന്നത് അതൊന്നും വായിക്കാം. നമ്മളിത് എബ്രായ ലേഖനം അങ്ങനെ സാധാരണ വെളിച്ചം കാണുന്ന ഒരു പുസ്തകമല്ല. അതുകൊണ്ട് അത് വായിച്ചൊക്കെ പോകുന്നതായിരുന്നു നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ദൈവം തന്നെ പറയുകയാണ്, എന്ത് പറയുന്നു? ഇവ ഈ യാഗത്തിലൊന്നും എനിക്ക് എന്തില്ല. അത് വാക്യം വായിച്ചിട്ട് 8-ാം ന്യായപ്രമാണം യാഗങ്ങളും വഴിപാടുകളും Sacrifice and offering you did not desire, but a body you have prepared for me. In the burnt offering and sacrifices of sin you had no pleasure. Then I said, behold, I have come. In the volume of the books it is written, to do your will, O God. അതുകൊണ്ട് ആടിന്റെയും കാലഘട്ടം രക്തത്തിന് എന്ത് ചെയ്യത്തില്ല? പാപത്തിന് പരിഹാരം വരുത്തി പൊക്കത്തില്ല. അതിനകത്ത് ഞാൻ അതാ വായിക്കുന്ന, ഞാൻ ഉദ്ദേശിച്ച ആ വാക്യം ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടുകളും സർവാംഗ ഹോമയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ ഞാൻ പ്രസാദിച്ചില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. അതെല്ലാം വരുവാനിരുന്ന നന്മകളുടെ എന്തായിരുന്നു? 10-ാമത്തെ ആദ്യം വായിച്ചത് മാത്രമായിരുന്നു. സാക്ഷാൽ പൊരുളായിരിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്നലെ ദിവസം പറഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു വാക്യം പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. സ്തോത്രം. മഹാപുരോഹിതന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ അടുത്തേക്ക് ഒരു യാഗവസ്തുവിനെ ആടിനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം? ചേർന്ന് നിൽക്കണം, അല്ലേ? എന്നിട്ട് ആരാണ് ഈ ആടിനെ കഴുത്തറക്കുന്നത്? പുരോഹിതനാണോ അത് കൊണ്ടുവന്നാണോ? കൊണ്ടുവന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കേട്ടെ. ഞാനിത് പരിസരത്ത് ചോദിച്ചിട്ടുണ്ട്, വളരെ കുറച്ച് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് ഇപ്പം പഴയ പരിചയമില്ലാത്തതാണ്. സ്തോത്രം. നമ്മൾ കൈയൊക്കെ വെച്ച് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക ഈ ആടിന്റെ മേലോട്ട്. എന്നിട്ട് നീ അറക്കുന്നയാളുടെ പുരോഹിതനാണോ ഈ കൊണ്ടുവന്നാണോ? ആരാണ് കൊണ്ടു കൊടുത്ത? ആരാണ്?
എന്തോ ആരും പറയുന്നില്ല. നമുക്ക് അതിന് ബോധം വരുത്തണം. അത് ഞാനും കൂടെ ഒന്ന് ഉറപ്പിച്ച് നിങ്ങളോടൊന്ന് പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ആടിനെ അറക്കുന്നത് ആരാന്നറിയാമോ? കൊണ്ടുവരുന്നവൻ അറക്കണം. അത് പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുന്നത് കാണുമ്പോൾ നീ ഓർക്കണം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അത് പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണണം. പുരോഹിതന്റെ രക്തം താളത്തിൽ പിടിക്കുന്നേ ഉള്ളൂ. നീ കാണണം. നിന്റെ പാപത്തിന്റെ കഠോരത നിമിത്തമായി ഒരു പാപവും ചെയ്യാത്ത, ഒരു ബന്ധവുമില്ലാത്ത ഈ കുഞ്ഞാട് പിടയ്ക്കുന്നത് നിന്റെ ഹൃദയത്തിലൂടെ നിങ്ങൾ കാണണം. എന്നിട്ട് നീ അടുത്ത പാപം ചെയ്യുന്നതിന് വേണ്ടി നിന്റെ കാഴ്ചയോട് വെക്കുമ്പോൾ ആ ദർശനം നിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരണം. കാലത്തിന്റെ കടന്നുപോക്കിൽ അതിനെ ലഘൂകരിച്ച് ഇങ്ങനെയാണ് കാര്യം വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷെ ഇതിലൊരു കാര്യമില്ല. അങ്ങനെ അതിന്റെ ഗൗരവത്തെ താഴ്ത്തി. ന്യായപ്രമാണം ദൈവം തന്നെ കൊടുത്തതാണ്. പക്ഷെ ഇവരത് എന്തിരിക്കുന്നു. ഒരു 2 വാക്കുകൾ ഇന്റർപ്രറ്റ് ചെയ്തു. മുഴുവൻ പറഞ്ഞില്ല, 2 വാക്കേ പറഞ്ഞു കൊടുത്തുള്ളൂ. ഞാനോ നിങ്ങളോട് പറയുന്നു. എന്താ പറയുന്നത്? പാവത്തിൽ പറയാ സ്ത്രീയെ മോഹം ഹൃദയത്തിലാണ് ഉണ്ടായല്ലേ. വെളിയിൽ ആരെങ്കിലും കാണുന്നുണ്ടോ? ദൈവം പറഞ്ഞു തിന്നായി. അതുകൊണ്ടാണ് ഹൃദയത്തിനകത്ത് ശുദ്ധി വരുത്തുവാൻ കഴിയാതിരിക്കുന്ന ആ യാഗങ്ങളുടെ പര്യവസാനിപ്പിച്ചുകൊണ്ട് സാക്ഷാൽ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അറുക്കപ്പെട്ടു വരിക കഴിയുന്നതായി ഒരു വാക്യമുണ്ട്. 2 Corinthians 5:21 വാക്യമുണ്ട്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോ എന്നെ വളരെ സന്തോഷിപ്പിച്ചു. സ്തോത്രം. ഒരു സഹോദരി സിസ്റ്റർ മാത്രം വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ അത് ഞാൻ ഇതുപോലെ മനസ്സിലാക്കി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും പല വാക്യങ്ങളും അതുപോലെ മനസ്സിലാകാതെ പോകുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. He made him who knew no sin. Who knew no sin to be sin on our behalf, so that we might become the righteousness of God in him. Hallelujah. മലയാളത്തിൽ വായിക്കുമ്പോൾ പാപമറിയാത്തവനെ അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ജനത്തോട് ചെയ്യാനിരിക്കുന്ന നിയമം ഇങ്ങനെയായിരിക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം പുത്രന്റെ പരമയാഗം കാൽവരിയിൽ കഴിഞ്ഞതിന് ശേഷം ദൈവം ലോകത്തോട് ഇടപെടുന്ന ഒരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടിക്കകത്ത് പറയുകയാണ്, ഐ വിൽ റിമെമ്പർ ദെയർ സിൻ നോ മോർ. ഞാൻ അവരുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ഇനി എന്ത് ചെയ്തില്ല, ഓർക്കുകയില്ല. പക്ഷെ എന്താണ് ചെയ്യുന്നത്? കർത്താപിതാവായ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? കർത്താവായ നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ആ പാനപാത്രം മുഴുവനും എടുത്തു കൊടുത്തതിന് ശേഷം അതവൻ പൂർണ്ണമായി എന്തിരിക്കുകയാണ്, കുടിക്കുകയാണ്. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് ആ വായിച്ച 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കാം. ഞാൻ ചില കാര്യങ്ങൾ ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി ഏത് ഇഷ്ടപ്പെട്ടിരുന്നില്ല പിതാവായ ദൈവം. ആ ഖനനയാഗത്തിലും ഭോജനയാഗത്തിലും നിനക്ക് പ്രസാദമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? നീ എനിക്ക് വേണ്ടി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ആത്മാവായിരിക്കുന്ന പുത്രനായ കർത്താവ് ദൈവം ഒരുക്കിയ ശരീരത്തിൽ മക്കൾ ജനരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും എന്ത് ചെയ്തിരിക്കുന്നു? അവൻ എന്ത് ചെയ്യുന്നു? ജനരക്തങ്ങളോട് കൂടിയവരാകുവാൻ ആവശ്യമായിരുന്നു. നിങ്ങളെ വാക്യം പറഞ്ഞിട്ടില്ല, കാരണം അത് നിങ്ങളുടെ ഉള്ളിൽ തറച്ചുള്ളതായി നടത്തുന്നത്. അവരും മക്കൾ ജനരക്തങ്ങളോട് കൂടിയവരാകൊണ്ട്
അവനും അവനെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരാകുവാൻ ആവശ്യമായിരുന്നു. ആ വാക്ക് വിട്ടുകളഞ്ഞ ആ ഒറ്റ സെന്റൻസ് പോയി. ആമേൻ. എന്തിനാണ് കർത്താവ് ദൈവരൂപത്തിൽ ഹല്ലേലൂയ. Glory to God. ഈ മനുഷ്യനെ വീണ്ടെടുക്കണമെങ്കിൽ ഈ മനുഷ്യനെ പോലെ ഇവിടെ വന്നേ വെക്കൂ. There is no other way. ഹല്ലേലൂയ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് എന്തിരിക്കുന്നു? അവനും അവനെ പോലെ ജഡവും രക്തവും എടുത്തുകൊണ്ട് ഇവിടെ വരേണ്ടത് എന്തായിരുന്നു? ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പലപ്പോഴും ഇങ്ങനെ ഓർക്കാറുണ്ട്. ഏതുവിധമായ താഴ്ചകൾക്ക് വിധേയപ്പെട്ടു കൊടുത്തു നമ്മുടെ കർത്താവ്. സ്തോത്രം 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 സ്തോത്രം. ക്രിസ്മസിന്റെ കാലഘട്ടമാണല്ലോ. കർത്താവ് ജനിക്കുന്നതിന്റെ കാര്യങ്ങളെല്ലാം ഇരിക്കുന്ന സമയമാണ്. അവൻ കടന്നു വന്നപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് അവൻ എവിടെ ജനിച്ചു എന്നാണ്. ജനിക്കാൻ സാധ്യതയില്ലായിരുന്നു. നമുക്കെല്ലാം പിന്നെ പുൽത്തൊട്ടിയിൽ ജനിച്ച സ്ഥലം എവിടെയാണ് ഇപ്പോൾ മാർഗവീതി. അവനെ പുൽത്തൊട്ടിയിൽ കിടത്തിയെന്നേ ഉള്ളൂ. അത്ര താഴ്ചയിലേക്ക് ഇറങ്ങി വന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മളൊന്ന് ഗ്രഹിപ്പാൻ വേണ്ടിയാണ്. നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ എന്ന് ചെയ്തതിനു വേണ്ടിയാണ്. എന്തിന്? പാപമില്ലാത്തവരെ, പാപമറിയാത്തവരെ നാം അവരിൽ ദൈവത്തിന്റെ നീതിയാണ് നമ്മളെ അത്രയ്ക്ക് സ്നേഹിച്ചു. ഈ സ്നേഹത്തിൽ നമ്മളെ നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. വർഷങ്ങളായിട്ട് എനിക്കത് ശരിക്കും പിടികിട്ടിയില്ല. നിങ്ങൾക്ക് പിടികിട്ടിയില്ല നല്ല ഞാൻ, എനിക്ക് പിടികിട്ടിയില്ല. സ്തോത്രം 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 സ്തോത്രം. ഇനി അതിന്റെ 12 14 വാക്യം വായിച്ചു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠം ആഗോളം കാത്തിരിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഇവ കർത്താവായ യേശു ക്രിസ്തു വരുത്തിയത് ഒരു വാക്യം പെട്ടെന്ന് വന്നുകൊണ്ടാണ്. 9-ാം അധ്യായത്തിന്റെ അതിനകത്തൊരു വാക്യമാണ്. അത് വളരെ ഇറ്റ്സ് വെരി പവർഫുൾ. സ്വന്തം 9:12 ഒന്ന് വായിച്ചു. ആട്ടുകെട്ടന്മാരെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. കണ്ടോ? എവിടെ പ്രവേശിച്ചു? വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. പിന്നെ എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഇങ്ങനെയാണ് we are sanctified through the offering of the body of Jesus Christ once for all. Englishലെ ഒരാൾക്കൊന്ന് വായിക്കുമോ? By this we have been sanctified through the offering of the body of Jesus Christ once for all. Once for all. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇനി അതിന്റെ 14-ാം വാക്യം വായിച്ചാൽ ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക് സദാകാലത്തേക്ക് ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കുമുള്ള സൽഗുണപൂർത്തി വരുത്തി കഴിഞ്ഞിരിക്കുന്നു.
എന്താണ് ഈ സദാകാലം എന്ന് പറഞ്ഞാൽ? സദാകാലം എന്ന് പറഞ്ഞാൽ അത് ഒന്നും കൂടെ ലഘൂകരിച്ച് പറ. ആ, കാലങ്ങൾ എത്രയുണ്ട്? 3 കാലങ്ങൾ എത്രയുണ്ട്? ആ, ഏതൊക്കെയാണ് കാലങ്ങൾ? ഭൂതകാലം, വർത്തമാനകാലം, സദാകാലം എന്ന് പറഞ്ഞാൽ ഏത് കാലമുണ്ട്? പറ. സദാകാലം. ഈ കാലങ്ങളെല്ലാത്തിനും, ഭൂതകാലത്തിനും പ്രസന്റ് വർത്തമാനകാലത്തിനും ഇനി പാപങ്ങൾക്ക് വേണ്ടി വേർതിരിയാകും. ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക്, ഇന്ന് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കുമുള്ള സൽഗുണപൂർത്തി വരുത്തി കഴിഞ്ഞിരിക്കുന്നു. പഴയ നിയമത്തിലെ യാഗങ്ങൾക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് കഴിച്ച യാഗം സൽഗുണപൂർത്തി വരുത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പാസ്റ്റർ ഇന്ന് ഞാൻ എന്നാ ചെയ്യുന്നത്? പ്രവർത്തിച്ച് വിശുദ്ധീകരിച്ചാണ്. അല്ല, വിശുദ്ധിയുടെ പ്രവൃത്തി ചെയ്യുന്നതിനായ പ്രമാണങ്ങളുണ്ട്. ഇന്ന് ഞങ്ങൾ വിശ്വസിച്ച് ജീവരക്ഷ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഈ സുവിശേഷം ഗുഡ് ന്യൂസ് ആകുന്നത്. തന്റെ പ്രവൃത്തി മുഴുവനും നമ്മുടെ കർത്താവ് ചെയ്തു തീർത്തു. ഒന്നുപോലും അവൻ ബാക്കി വെച്ചിട്ടില്ല. കാരണം എന്തിനു വേണ്ടിയാണ്? നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമല്ലാത്തവരുമായി നിർത്തേണ്ടതിനു വേണ്ടി. എല്ലാം ഇന്ന് ഞാൻ ചെയ്യുന്ന കാര്യം എന്താണ്? നമ്മൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ചെയ്തല്ല നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. ചെയ്തല്ല. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി ചെയ്തിട്ട് നീതീകരിക്കപ്പെടാൻ, ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം തന്റെ പുത്രനെ പാപജനത്തിന്റെ സാദൃശ്യത്തിനും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജലത്തിൽ നിന്നേ മലയാളത്തിൽ കിട്ടുന്നുള്ളൂ. ഞാനത് പലപ്പോഴും ഞാൻ പറയുമ്പോഴൊക്കെ ആ ജലത്തിലാണ് ശിക്ഷ വിധിച്ചത് ദൈവം. നമ്മൾ വായിച്ച് യോഹന്നാന്റെ ആ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു അത് വാക്യം തുണിക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് കടന്നു കൊണ്ടുവരട്ടെ. എങ്ങനെയാണ്? സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. അവൻ നമ്മെ സ്നേഹിച്ചു നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ. ഏത് പാപത്തിനാണ് പ്രായശ്ചിത്തമാകുന്നത്? ഇന്നലെ നടന്ന പാപമാണോ? ഇന്ന് നടന്ന പാപമാണോ? ഇനി നടക്കാൻ പോകുന്നത്? സദാകാലത്തെ ഇത് നമ്മുടെ ആത്മാവിൽ എഴുതിയില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് തകരാറുണ്ട്. കുറച്ച് നാൾ നമുക്ക് പോകാം, അത് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ ഒക്കത്തില്ല. നമ്മുടെ മനസ്സാക്ഷിയുടെ കോടതി നമ്മുടെ അവസ്ഥയിൽ നിൽക്കും. നീ ഇന്നലെ അത് ചെയ്തല്ലേ? അന്നേരം അവനോട് പറയാൻ നമുക്കൊരു വാക്യം ഉണ്ടാകണം. എന്റെ പ്രവൃത്തിയല്ലേ ഇത്? No, not by works of righteousness which we have done. നാം ചെയ്ത നീതി പ്രവൃത്തികൾ കൊണ്ടല്ല. എന്റെ കർത്താവ് കാൽവരിയിൽ അത് മുഴുവൻ വഹിച്ച് സ്തോത്രം. പാപം ചെയ്തിട്ടില്ല, അവനിൽ പാപമില്ലായിരുന്നു കേട്ടോ. ലോകത്തിന്റെ പാപം അവന് ഏൽക്കുകയായി. സബ്സ്റ്റിറ്റ്യൂഷണറി ഡെത്ത് ഓൺ ദി ക്രോസ് ഓഫ് കാൽവരി. പ്രത്യേക ഒരു വാക്യമുണ്ട്, വളരെ സന്തോഷിക്കും. കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ അല്ല, അത് 3-ന്റെ ഒന്നാണ്. കുഞ്ഞുങ്ങളെ, പാപം ചെയ്യാതിരിക്കുവാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. എന്നൊരു അടുത്ത വാക്യമാണ് എന്നെ പിന്നെ എന്നെ സന്തോഷിപ്പിക്കുന്ന സ്തോത്രം. അല്ല, നിങ്ങൾ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ, നമ്മളെല്ലാം വല്ല തെറ്റിലും അകപ്പെട്ടു പോകുന്നതേ ഉള്ളു കേട്ടോ. അതില്ലാത്തവരാരുമില്ല. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അത് കർത്താവ് അതെല്ലാം അറിയുന്നുണ്ടെന്ന്. കുഞ്ഞുങ്ങളെ, പാപം ചെയ്യാതിരിക്കുവാൻ ഞാനും നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു, we have an advocate with the Father, Jesus Christ the righteous.
അപ്പസ്തലൻ പറയുന്നത് കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്നതാ. ഞാൻ വിചാരിക്കും ഇവിടെയുള്ള നമ്മുടെ അപ്പച്ചനെയും നോക്കിയിട്ടും യോഹന്നാനെ വിളിക്കുന്ന കുഞ്ഞുങ്ങളെ ഏതാണ്ട് 70 അടുത്തിരിക്കുക. സ്തോത്രം. അത്രയും പ്രായം ചെന്ന ആ നല്ല പക്വതയുടെ ഉന്നതിയിൽ നിന്നുകൊണ്ട് അപ്പോസ്തലനായ യോഹന്നാൻ വിളിച്ചു പറയുകയാണ്, സ്തോത്ര, കുഞ്ഞുങ്ങളെ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. അല്ല, നിങ്ങൾ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ഇന്ന് നമുക്കൊന്ന് പറയാം, കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. If we confess our sin, He is faithful and just to forgive. ഒറ്റ ക്ലോസ് മാത്രമേ അവിടെ നമ്മൾ കാണുന്നുള്ളൂ. നിനക്കതൊന്നും നീ ചെയ്ത് തെറ്റാണെന്ന് നിനക്കൊന്ന് സമ്മതിക്കാൻ നോക്കുമോ മോനെ? കർത്താവേ, ഇന്ന് നമ്മൾ കൊലപാതകത്തിലേക്ക് നമുക്ക് പറ്റിയില്ല. ഞാൻ കോപിച്ചു പോയി കർത്താവേ. ഹല്ലേലൂയ. പറയണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചു, പക്ഷെ പറഞ്ഞു പോയി കർത്താവേ. അതിനകത്ത് നിന്നെ തളച്ചിടുവാൻ, നീ പിശാച് നിന്നെ തളച്ചിടുവാൻ അനുവദിക്കരുത്. ശടകുടം എഴുന്നേൽക്കണമേ. ഇന്ന് നീ ശടകുടം എഴുന്നേൽക്കണം. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ വേണ്ടിയുകൊണ്ട് ആ സമാപന കൂടാരത്തിന് അടുത്തേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും ഈ ഇതുകൊണ്ടല്ലോ നമ്മുടെ മനസ്സ് നമുക്ക് അനുകൂലമല്ല. നമുക്ക് പ്രതികൂലമായിട്ട് എത്ര ശക്തികളുണ്ട്? ലോകം, ജഡം, ഇത് മൂന്നും നമ്മുടെ ആത്മമനുഷ്യന് ശത്രുതയുള്ളവനാണ്. അത് വളരാൻ കഴിയില്ല. അത് തന്നെയല്ല, ജഡാഭിലാഷം ആത്മാഭിലാഷം ജഡത്തിനും അവ തമ്മിൽ പ്രതികൂലമാണ്. അതുകൊണ്ട് ഈ ജഡം ഒരിക്കലും നമ്മുടെ ആത്മാവിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. അവൻ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കത്തേ ഉള്ളൂ. നീ പ്രാർത്ഥിച്ചത് ശരിയായില്ല, എന്നും 6 മണിക്ക് പ്രാർത്ഥിക്കണ, ഇന്ന് 6:15 എണീറ്റത്. അവനതി പിടിച്ചു നിൽക്കും. ഈ മനസ്സ് ഭയങ്കര പുള്ളിയാകും. നമുക്ക് അനുകൂലമല്ല. ആത്മാവ് നമുക്ക് എന്ത് ചെയ്യും? ആത്മാവിനോട് എന്ത് പറയും? തുറന്നെന്ന് പ്രാർത്ഥിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ജഡശത്രുവാണ് കേട്ടോ. പറഞ്ഞ കൊച്ചുചുന്ദരിച്ച് ഭാഷയുടെ കാര്യം എനിക്ക് വളരെ സംഭവം. എനിക്ക് ഞാനത് ഇതിനു മുമ്പ് കേട്ടിട്ടില്ല കേട്ടോ. പറഞ്ഞൊരു കാര്യം കേൾക്കുന്നു. അങ്ങനെ വരട്ടടാ, അങ്ങനെ വരട്ടെ. നീ അവിടെ കടക്ക്. എന്താണ് നീ അവിടെ കടക്ക്? എന്താ ആ പാടത്തെ തൊട്ടി തെറ്റി വീണു. സ്തോത്രം. അപ്പൊ പുള്ളിയുടെ പോയ വഴിക്ക് അപ്പുറത്ത് പോകുമ്പോഴത്തെ നോക്കി എനിക്കത് പാടുണ്ടോ? ഓ, അങ്ങനെയുള്ള ഭക്തന്മാരുടെ ജീവിതത്തിന്റെ താളുകളിലേക്ക് നമുക്കൊന്ന് മറിച്ച് ചെല്ലാൻ നോക്കുമോ? ക്രിസ്തുജീവിതം അവർക്കൊരു ജോക്കല്ല കേട്ടോ. ക്രിസ്തുജീവിതം അവർക്കൊരു സൈഡല്ല കേട്ടോ. അവരുടെ ജീവനാണ് കേട്ടോ. ഇത് മാറുന്ന അനുഭവത്തിലേക്കാണ് നമുക്ക് കടന്നു വരുമ്പോൾ. ഇന്ന് ഞങ്ങൾക്ക് ധൈര്യത്തോടെ അവന് ക്ഷമിക്കുവാൻ കഴിയാത്ത പാപം നിനക്ക് ചെയ്യാൻ ഒക്കില്ല. നിന്റെ പാപങ്ങൾ എത്ര കഠിന ചുവപ്പായിരുന്നാലും ഹിമം പോലെ നിർമ്മിക്കാമെന്നുള്ള ദൈവത്തിന് പ്രമാണം നിർത്തിയാണ്. If you confess, ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് ഇങ്ങനെയാണ്. മരുഭൂമിയിൽ അഗ്നിസർപ്പം കഴിച്ചിട്ട് എന്ത് ചെയ്തു? ഒരുപാട് പേര് മരിച്ചു. അപ്പൊ ഈ കാലം കമ്പനിന്റെ സന്നിധിച്ചതിനെപ്പെടുത്തും ദൈവമായി അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി എന്ത് ചെയ്യണം? അതിനെ കൈഭാഗത്തിന് നടക്കുന്നത് മാത്രമാണ്. എന്നിട്ട് പറഞ്ഞു, നോക്കി ഈ നോക്കുക എന്ന് പറയുന്ന പ്രോസസ് അത്ര പ്രയാസമുള്ള കാര്യമാണ്. അഗ്നിസർപ്പം കഴിച്ചിരിക്കുക, വേദന കൊണ്ടുണ്ട്, പുളയുന്നുണ്ട്, ചിലപ്പോൾ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലും വളരെ ലഘുവായിട്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ഏറ്റവും ചെറിയൊരു കാര്യമാണ് എന്ത്? ഒന്ന് നോക്കിയാൽ മതി. ചുമ്മാ കണ്ണുകൊണ്ട് നോക്കത്തില്ല, അതിന് മനസ്സിന്റെ എന്നിട്ട് രക്ഷപ്പെടാത്ത ആൾക്കാരുണ്ട്. നീ ഉയർത്തി നിർത്തിയിരിക്കുന്ന ഈ പിച്ചള സർപ്പത്തെ നോക്കി എനിക്ക് വിടുതൽ വേണ്ടെന്ന് പറഞ്ഞ പുള്ളികളാ മരിച്ച. എന്റെ ദൈവമേ, കർത്താവ് വായിക്കുന്നുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ ദൈവമക്കളെ, ഇന്ന് ലോകത്തിന്റെ ഈ സുവിശേഷം, ഈ ഗുഡ്, അതുകൊണ്ടല്ല ഇത് ഗുഡ് ന്യൂസ് ആയിരിക്കുന്നത്. ഇത് ഗുഡ് ന്യൂസ് ആകുന്നത് എന്താണ്? ഹല്ലേലൂയ. എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇത് നിന്റെ ഹൃദയത്തിന്
വാതിക്കൽ ഇങ്ങനെ നിൽക്കുകയാണ്, വാതിക്കൽ നിൽക്കുകയാണ്, വാതിക്കൽ. റോമലേഖനം 10 വായിക്കുന്ന അവസരത്തിൽ അത് നിന്റെ വായിക്കകത്ത് നിൽക്കുകയാണ്. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഒരു കാര്യം ചെയ്യണ്ട. ഏറ്റവും ക്രൂരനും കടോരനുമാകുന്ന പാപിക്ക് പോലും ദൈവം വെച്ചിരിക്കുന്ന മാർഗം ഒന്നേ ഉള്ളൂ. ഹൃദയം കൊണ്ട് നീ അതൊന്ന് വിശ്വസിക്കുമോനെ, അന്നേരം കൊണ്ട് നീ ഒന്ന് ഏറ്റുപറയേ. ഇതിൽ കൂടുതൽ ഈ സുവിശേഷത്തെ, ഈ രക്ഷയെ സിമ്പിളാക്കാൻ കഴിയുമെങ്കിൽ ആ മാർഗം നിങ്ങൾ എന്നോടൊന്ന് പറയണം. ഇന്ന് ലോകത്തിന്റെ മനുഷ്യന്മാർ ഈ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ പാപത്തിന്റെ ഇതിനുകൊണ്ടാണ്. അല്ല, പാപത്തിന് കാരണ കർത്താവ് പരിഹാരം വരുത്തി കഴിഞ്ഞു. എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് അവർ സാധിപ്പിച്ച് കഴിഞ്ഞു. ഈ നല്ല വർത്തമാനം കാര്യമായതുപോലെ മാത്രമാണ് പാടി അധ്വാനം മുഴുവനും തികച്ചു കഴിഞ്ഞ ആ സത്യസുവിശേഷത്തിന്റെ ഉടമസ്ഥനാകുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഗുഡ് ന്യൂസ് ആയി മാറുന്നത്. ആ വാക്യം വായിച്ചപ്പോൾ ഞാൻ ഏത് വചനം? വിശ്വാസവചനം. വിശ്വാസവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവിന്റെ വചനം. അത് നിന്റെ ഇപ്പോൾ 24 മണിക്കൂർ ഈ ഓണം കഴിഞ്ഞാൽ, ഈ ടി വി ഒന്ന് തുറന്നു കഴിഞ്ഞാൽ ഇതില്ലാത്തത് ഉണ്ടോ ഇവിടെയെക്കാനും? കാലം അത് ചോദിച്ചു. നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഒരു പ്രവൃത്തിയില്ല. ഈ പറയുക എന്ന ഉള്ള പ്രവൃത്തി, അത് പ്രവൃത്തിയാണെങ്കിൽ, അതൊരു പ്രവൃത്തിയാണ്. സ്തോത്രം ആണെങ്കിൽ അതൊഴികെ ഒരു പ്രവൃത്തിയും നമ്മൾക്ക് ഇവിടെ കാണുവാൻ കഴിയില്ല. ഹൃദയം കൊണ്ടൊന്ന് വിശ്വസിക്കുക. അത്തരം കൊണ്ട് എന്ത് ചെയ്യുക? ഇനി ഞാൻ നിങ്ങളുടെ ഒരു സീക്രട്ട് ഇവിടെ പറയാം. അതെൻ്റെ ജീവിതത്തിലുള്ള ബന്ധത്തിലുള്ള ഒരു സീക്രട്ട് ഞാൻ ഇപ്പോഴും പാലിച്ചുകൊണ്ട് വരുന്നത്, ഞാൻ ഗ്രഹിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കൽ ദൈവത്തിൻ്റെ വചനം എന്നിൽ പ്രകാശിപ്പിക്കുന്ന ഒരു വചനമാണ്. സോ അതൊരു വലിയ സീക്രട്ടാണ്. അത് അതിൻ്റെ ഗ്രാവിറ്റി നിങ്ങൾ എടുക്കുമെങ്കിൽ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. എന്ത് കാര്യം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കണമെങ്കിലും 2 കാര്യം ആവശ്യമാണ്. ഒന്ന്, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. 2, ആ വിശ്വസിച്ചത് നീ അധരം കൊണ്ട് പറയണം. ഞാൻ ഒരു മിനിറ്റ് തരുന്നത് ഇത് നമ്മുടെ ഹൃദയത്തിനകത്തൊന്ന് വീഴാൻ വേണ്ടിയാണ്. രക്ഷയ്ക്കാണെങ്കിൽ ഇതിനുകൊണ്ട് രക്ഷിക്കപ്പെടാൻ വേണ്ടി ഇങ്ങനെ നീ ചെയ്തു കഴിയുമ്പോൾ രക്ഷ നിനക്ക് ഒരു നിമിഷം കൊണ്ടല്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്തിരിക്കുന്നു? മനുഷ്യനുള്ളത് മനുഷ്യന്റെ ആത്മാവല്ലാതെ ആരും, ദൈവത്തിനുള്ളത് ഒരു ദൈവത്തിൻ്റെ വാക്യമുണ്ട്, ആത്മാവല്ലാതെ അറിയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ വചനത്തിൽ പറഞ്ഞ ഈ ഹൃദയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണെന്ന് വിചാരിച്ചിരുന്നത്? കാർഡിയോ അല്ലെങ്കിൽ ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയം കൊണ്ട് വിശ്വസിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഒരു സാധാരണ മനുഷ്യനില്ല ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ, ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഇവിടെ ഇല്ലേ സുഖമില്ലേ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ദൈവജനം. എവിടെയെങ്കിലും ഹൃദയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അവൻ്റെ ആത്മാവിന് പ്രധാന ഭാഗത്തെക്കുറിച്ചാണ്, ആത്മാവിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മാവുണ്ട്. അപ്പോൾ ആത്മാവ് കൊണ്ട് വിശ്വസിക്കണം. അപ്പോൾ ആത്മാവ് കൊണ്ട് നമ്മൾ വിശ്വസിക്കുകയും അധരം കൊണ്ട് നമ്മൾ ഏറ്റുപറയുകയും ചെയ്യും. ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരാ. കാരണം ദൈവം എപ്പോഴാണ് നമ്മുടെ ഹൃദയത്തെ, ആത്മാവിനെ പറ്റി ദൈവം നമ്മളിവിടെ കൃത്യം നിലത്തിയത് നോക്കുന്നത്. മനുഷ്യൻ പുറമെ നോക്കും, ദൈവം ഹൃദയത്തിനാണ് നോക്കുന്നത്. ദൈവം ഹൃദയത്തിനകത്ത് നോക്കുമ്പോൾ ഇത് അതിനകത്ത് കാണണം. ഇത് നമുക്ക് വരുന്നൊരു കുഴപ്പം ഞാൻ പറയാം. നമ്മളെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യും, വായ കൊണ്ടായിട്ട് പറയാൻ ചെയ്യും രാവിലെ. എന്നിട്ട് ഉച്ച കഴിഞ്ഞ് ഞാൻ പറയും, ഓ അത് നടന്നു തോന്നില്ല. അതിൻ്റെ കാലത്ത് നീ എന്തുകൊണ്ട് പ്രാപിച്ചില്ല?
ചിന്തിച്ചു. ഞാൻ എന്നോട് ഒരിക്കൽ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടൊരു വചനം കേൾക്കുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു മാത്രമേ ഉള്ളൂ. ഈ ഹൃദയത്തിനകത്ത് നമ്മളിത് വെക്കണം, സൂക്ഷിച്ചു വെക്കണം. അതിനെതിരായിട്ട് ഈ വാക്ക്, കാരണം നമുക്ക് എന്തെയില്ല, അനുകൂലമല്ല. അവനങ്ങനെ പറയാനും മറപ്പിക്കാനും പോകും, മറന്നു പോകാനും ഒക്കെ പ്രശ്നങ്ങളുണ്ടാകും. ഇവിടെ ഒന്നും അവനെ ഒരു കൊടുക്കരുത്. ഈ നീ വിഷയത്തിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ കാര്യങ്ങൾ, അതിനെ കൊണ്ട് പറയാം. ദൈവം എപ്പോഴാണ് ദൈവം ഭയങ്കര ബുദ്ധിയുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴാണ് നമ്മുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. സരസമായി ഞാൻ പറഞ്ഞു കേട്ടോ, ദൈവത്തിന് നമ്മുടെ വിഷയത്തിൽ ഒരു കാര്യവും ഇല്ല. സ്വർഗത്തിലെ ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കഴിഞ്ഞിട്ട് വേറെ ഒരു കാര്യമുള്ളൂ. നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീർത്തുള്ളി പുറത്തു വീണ് കഴിഞ്ഞാൽ അവനത് സഹിക്കയില്ല. സ്തോത്രം, അവനത് സഹിക്കയില്ല. നമ്മുടെ കർത്താവിനെ എഴുന്നേൽപ്പിക്കുന്ന വിഷയമാണ് കർത്താവിന്റെ പൂർത്തീകരണ പ്രവൃത്തി. ആ പ്രവൃത്തിയെല്ലാം കാൽവിലും ചെയ്തു കഴിഞ്ഞതിന് ശേഷം പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. നമുക്ക് വേണ്ടി എന്തുകൊണ്ടിരിക്കുന്നു? പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവൻ എഴുന്നേൽക്കുന്ന ഒരു സമയമുണ്ട്. എപ്പോഴെന്തെങ്കിലും പറയാമോ? ഒന്ന് ഉച്ചം ഞാൻ മതി, പറഞ്ഞു ശരിയാണെന്ന് പറഞ്ഞു. തേപ്പാനോസിന്റെ മരണത്തിന്റെ സമയത്തിൽ കല്ലെറിഞ്ഞ് പിടിച്ചോണ്ട് അവനെ പിടിച്ചുകൂടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു പ്രസംഗിച്ചുള്ളിൽ നിൽക്കുക. ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവസരത്തിൽ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം, ഇവനെ തകർക്കുമെന്ന് അവർക്ക് മനസ്സിലായി. കല്ലെറിഞ്ഞു വന്നു 2 കഴിഞ്ഞു. അപ്പോഴാണ് സോട്ട് തോന്നിയിരിക്കുന്നത്. അത് വായിക്കാമോ? അത് വായിച്ചു. വെരി ഗുഡ്, അത് വായിച്ചു. ഇച്ചോട് മുന്നോട്ട് എന്നുവെച്ചാൽ നമ്മൾ കാണുമ്പോൾ പിതാവിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നവരും എന്നുള്ള ഒരു വാക്യമാണ്. ലാസ്റ്റിൽ ഇവർക്ക് പാവനത്തരതി എന്ന് പറഞ്ഞ മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. നിങ്ങൾ എന്നെ വിചാരിച്ച്, നിങ്ങൾ എന്താണ് അതിനെ കുറിച്ച് വിചാരിച്ചത്? തേപ്പാൻ കഥ പറയുകയാണ്, ഞാൻ ലോകത്തിൽ വന്ന് നടത്തിയ പ്രവൃത്തിയുടെ ഫലങ്ങൾ കാണുകയാണ്. സ്തോത്രം, തന്റെ ജീവനെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി സാക്ഷ്യം പറയുന്ന എന്റെ മകൻ തേപ്പാനോസ്, അവൻ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ ത്യജിച്ചു പറയത്തില്ല, ത്യജിച്ചു പറയില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ പിതാവിന്റെ വലത്ത് ഭാഗത്ത് അവൻ എഴുന്നേറ്റ് നിൽക്കുന്നു. ദൈവം ഇതിലെ നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന ഏറ്റവും വലിയ ചെറിയതായ വിഷയമുണ്ട്. കർത്താവിന് വളരെ സീരിയസ് ആയ വിഷയമാണ്. പക്ഷെ ഇവിടെ എന്നാ കാര്യം നടക്കുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം കൊണ്ട് ഇന്ന് വിശ്വസിക്കും. എന്നിട്ട് ഉച്ച കഴിയുമ്പോൾ വായി കൊണ്ട് അതിനെ കർത്താവ് ഹൃദയം നോക്കുമ്പോൾ ഇതിനകത്തൊന്നുമില്ല, അസാധുവായി കിടക്കും. പോസിറ്റീവ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രീഷ്യന്മാർക്കൊക്കെ അതറിയാത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. നെഗറ്റീവും പോസിറ്റീവും വരുമ്പോഴേ ഇലക്ട്രിസിറ്റി കയറുന്നൊരു പ്രമാണമുണ്ടല്ലോ, ഒരു നിയമമുണ്ടല്ലോ. നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ വിശ്വസിക്കും. പക്ഷെ എത്ര സമയത്തെ വിശ്വസിക്കുന്നു? വിശ്വാസത്തെ നമ്മൾ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കും. എപ്പോഴാണ് നമ്മുടെ കർത്താവ് ഹൃദയ ശോധന ചെയ്യുന്നതെന്നാണ് പറയാറുള്ളത്. ശോധന ചെയ്യുമ്പോൾ ഇത് അസാധുവായിട്ട് കിടക്കുന്നത്. വേറൊരു വാക്യമുണ്ട്, ഹി ഈസ് ദ ഹൈ പ്രീസ്റ്റ് ഓഫ് അവർ കൺഫെഷൻ. ഞാനൊരു ഇമാജിനേഷൻ എന്ന് പറയാം. 5 മിനിറ്റ് കൊണ്ടുണ്ടോ? പക്ഷേ അവിടെ നിൽക്കുകയാണ്. പിതാവ് നിൽക്കുന്നു, പുത്രന്റെ വലത്തെ ഭാഗത്ത് നിൽക്കുന്നു. അവിടെ നമ്മൾ വേറൊരു പുള്ളി ഇവിടെ കാണുന്നുണ്ട്. സഹോദരന്മാരെ രാത്തൊക്കെ പറഞ്ഞ് അത് നമുക്ക് എതിരായിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ പറയുന്ന സാക്ഷ്യം ഉപയോഗിച്ചുകൊണ്ടാണ് അവൻ അവിടെ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഉച്ച കഴിഞ്ഞ് നമ്മുടെ വിഷയം, നമ്മുടെ കോർട്ടിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം. അവിടെ കോർട്ടിന്റെ കാര്യങ്ങൾ വെച്ച് എല്ലാ കാര്യങ്ങളും സെറ്റപ്പെടുന്നു, ക്രമീകരിച്ച് അവിടെ നിൽക്കുകയാണ്. അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ എന്റെ പേര് വിളിച്ചു. ഞാൻ ചെന്ന് നിൽക്കുന്ന അവസരത്തിൽ ഞാൻ നേരം പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോൾ പറയുന്നതാണ്, അത് നടക്കുമെന്ന് തോന്നുന്നില്ല. വിശ്വാസമല്ലേ കേട്ടോ, ദൈവത്തെ പറഞ്ഞാണ് നടക്കുകയെന്ന്. നമ്മുടെ കർത്താവിന് പോലും ഒന്നും ചെയ്യണം. നമ്മുടെ കർത്താവിന് പോലും ഇത് നീതിപീഠത്തിന്റെ മുൻപിൽ നിൽക്കുക.
ക്രൂശിക്കുകയാണ് കേട്ടോ. അവിടെ വിട്ടുവീഴ്ചയില്ല. രസകരമായി ഞാനൊന്ന് പറഞ്ഞതേ ഉള്ള നിങ്ങൾ എടുത്ത് അവസാനം എന്നെ ക്രൂശിക്കുന്നത്. അവിടെ നിൽക്കുന്ന പ്രത്യേക സമയം നമ്മൾ ഓർക്കണം. മനസ്സാക്ഷിയുടെ കോടതിയുടെ മുമ്പിൽ കഴിയുമ്പോൾ നമ്മുടെ കർത്താവ് ചോദിക്കുമ്പോൾ യെസ്, പാപങ്ങളെയും കേടുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം നൽകിത്തന്ന യേശുവിന്റെ നാമത്തിൽ ഈ ചിന്തയെ ദൈവപരിജ്ഞാനത്തിന് വിരോധമായിക്കൊണ്ട് എന്റെ ജനീക മണ്ഡലത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ചിന്തകളെ, വിചാരങ്ങളെ, സങ്കല്പങ്ങളെ ക്രിസ്തുവിന്റെ അനുസരണീയമായി, എന്റെ അനുസരണമല്ല, ക്രിസ്തുവിന്റെ അനുസരണീയമായി ഞാനതിനെ പിടിച്ചടക്കുകയാണ്. ഇത് നീ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം കാൽവരിയിലൂടെ ഞങ്ങളുടെ കരങ്ങളില് കർത്താവ് നൽകി തന്നിരിക്കുകയാണ്. സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പോയി നീങ്ങുന്നു. ഇത് നമ്മുടെ ഹൃദയത്തിനകത്തുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ ഈ പറഞ്ഞു തന്ന ഈ ഇക്വേഷൻ നിങ്ങളെ പ്രയോഗിച്ചിട്ട് പറയുന്നില്ല. അബ്രഹാം എത്ര വർഷം പാകത്തിരുന്നാണ് വാഗ്ദത്തിന് 25 വർഷം വെക്കണ്ട. മിക്കവാറും ഒരു 48 തൊട്ട് ഒരു 72 അവേഴ്സിനുള്ളിൽ മിക്കവാറും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. സ്തോത്രം. കാര്യങ്ങൾ അത്ര സീരിയസ് ആണെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന, നമ്മുടെ വിശ്വാസത്തിന്റെ പത്രസംസ്ഥം അങ്ങനെയാണ് പറഞ്ഞത്, നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന അല്ല, വിശ്വാസത്തിന്റെ പരിശോധന പൊന്നിനേക്കാൾ വിലയേറിയതാണ്. അയ്യോ, ഇവനെ വിട്ടുകൊടുക്കരുത്, പിടിക്കണം നമ്മളെ. അതിന് എതിരായിക്കൊണ്ട്, ഈ ദൈവോചനത്തിന്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായിക്കൊണ്ട്, അതിനെതിരായിക്കൊണ്ട് ഇതിനെ അടർത്തിക്കൊണ്ടുവരണം, നമ്മളെ കൊണ്ട് പറയിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശത്രു വാദിച്ച് വെല്ലുവിളിച്ചു നിൽക്കുന്ന അവസരത്തില് നമ്മൾ പറയണം, നമ്മുടെ ഹൃദയത്തിനകത്ത് പറയണം, എന്താണ്? അവിശ്വാസമെന്ന ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകരുത്. പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അതുകൊണ്ട്